ചെറുകിട കയറ്റുമതിക്കാരെയും കർഷകരെയും ഒരുപോലെ പ്രതിസന്ധിയിലാഴ്ത്തി വിമാന കമ്പനികൾ. കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ മതിയായ സംവിധാനമില്ല. രാജ്യത്തിന് ലഭിക്കേണ്ട വിദേശ നാണ്യമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടമാകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി സൗദി അറേബ്യയിലേക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച പച്ചക്കറികളുടെയും പഴങ്ങളുടെയും അവസ്ഥയാണിത്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴം പച്ചക്കറി കയറ്റുമതി നടത്തുന്ന കാർഗോ കേന്ദ്രം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളമാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 300 മുതൽ 400 ടൺ വരെ കയറ്റുമതി അനുവദിക്കുമ്പോൾ കരിപ്പൂരിൽ നിന്നും കേവലം 50 ടൺ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും മാത്രമാണ് അനുമതിയുള്ളത്. അത്രയും സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനം പോലും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടില്ല. സൗദി അറേബ്യയിലേക്ക് കയറ്റി അയക്കാൻ എത്തിച്ച പച്ചക്കറികളും പഴങ്ങളും കരിപ്പൂർ വിമാനത്താവളത്തിൽ മഴയേറ്റ് നശിച്ചു. അതുമൂലം ചെറുകിട കയറ്റുമതിക്കാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം സെക്രട്ടറി മുൻഷിദ് അലി പറയുന്നു. പലപ്പോഴും ഈ സാധനത്തിന് മനസ്സിലാക്കേണ്ടത് ഈ പെരിഷബിൾ ഐറ്റമാണ്. ഈ പഴം പച്ചക്കറി വർഗ്ഗം ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് അന്യരാജ്യത്ത് എത്തിയാൽ മാത്രമേ അവരത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ ഇത് റിജക്റ്റ് ചെയ്യും. ഇങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കയറ്റുമതിക്കാരനോ അല്ലെങ്കിൽ ഇറക്കുമതിക്കാരനുള്ള നഷ്ടം മാത്രമല്ല, ഇവിടെ ഒരുപാട് എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ തൊഴിൽ സാധ്യത നടക്കുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുകയാണ്. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ പേരിൽ സർക്കാരിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും കേന്ദ്ര സർക്കാരിനാണെങ്കിൽ GST വരുമാനം കിട്ടുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുകയാണ്. എയർപോർട്ടിലെ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അതിനൊരു ചാർജ് എക്സ്പോർട്ടർ ചെയ്യേണ്ട, അത് നഷ്ടപ്പെടുക. സർവോപരി രാജ്യത്തിൻ്റെ വിദേശ നാണയം, അതായത് കേന്ദ്ര റിസർവ് ബാങ്കിൻ്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവാണ് വരുന്നത്. പ്രധാനമന്ത്രിയുടെ 1 ഡിസ്ട്രിക്ട് 1 പ്രൊജക്ട് പദ്ധതിയിൽ കോഴിക്കോട് ജില്ല ഉൾപ്പെടാനുള്ള കാരണം തന്നെ പച്ചക്കറി കയറ്റുമതിയാണ്. തമിഴ്നാട്ടിലെ ഊട്ടി, കർണാടകയിലെ മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പച്ചക്കറികൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കരിപ്പൂർ വിമാനത്താവളം വഴി കയറ്റി അയക്കുന്നുണ്ട്. സംഭരിക്കാനും സൂക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത പച്ചക്കറികൾ നശിക്കാൻ കാരണമാകുമ്പോൾ വിദേശ വിപണിയിലെ കച്ചവടത്തെയും ബാധിക്കുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ കാർഗോയ്ക്ക് മതിയായ ഇടം അനുവദിക്കാത്തതും തുക കൂട്ടി വാങ്ങുന്നതും ചെറുകിട കയറ്റുമതിക്കാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കൃഷിക്കാർക്ക് കൃത്യമായ ലാഭം ലഭിക്കാതിരിക്കാനും ഇത് കാരണമാകുന്നു. വിമാന കമ്പനി അധികൃതരുടെ അശ്രദ്ധ കാരണമുണ്ടായ നഷ്ടം പരിഹരിക്കാൻ വ്യോമയാന മന്ത്രാലയം ഇടപെടണമെന്നാണ് ചെറുകിട കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.